പിന്നെ വേറെ കാര്യം എന്താണെന്നറിയോ, നിങ്ങൾ എത്തിക്കുന്ന ഏറ്റവും ഞാൻ നോക്കുമ്പോൾ സ്വന്തം ഏട്ടനും അനിയനും കൂടി ഇങ്ങനെ എന്നെ ഒരിക്കലും ചെയ്തില്ല. ഇത്രയും ഉപകാരത്തോടെ നന്ദിയോടെ നിങ്ങൾ ചെയ്തു. എനിക്ക് ഭയങ്കര നിങ്ങൾ കാല് പിടിക്കാൻ അതൊന്നും വേണ്ട. അയ്യേ അത്ര എനിക്ക് സങ്കടം. നിങ്ങൾക്ക് വേണ്ടി എന്നറിയോ, എനിക്ക് ഏറ്റവും നല്ല മക്കളുണ്ട്. ആ കുട്ടീൻ്റെ ഒരു വെളിച്ചം കാണുമായിരിക്കും ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അതിപ്പോൾ സാറന്മാരെ പറഞ്ഞുകൊണ്ട് അത് പൂർത്തിയാകുന്ന ഒരു ഉറപ്പായി. ഞാൻ ഓർത്തത് ഇനി ഇതേപ്പോൾ ഇരുട്ടി മൂടി പോകുന്നൊരു ധാരണയായിരുന്നു. കാലാകാലം ഇങ്ങനെ ആയി പോകുന്നു വിചാരിച്ചു. അതായത് നിങ്ങൾക്ക് കറണ്ട് ഉണ്ടായിരുന്നല്ലേ ഒരു നാള്? ഉണ്ടായിരുന്നു. എത്ര നാള് കൊച്ചിന് എത്ര വയസ്സുള്ളപ്പോഴാണ് കറണ്ട് ഉണ്ടായിരുന്നത്? കൊച്ചിന് ഒരു 7 വയസ്സുള്ളപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ കൊച്ചിന് എത്ര വയസ്സായി? കൊച്ചിന് 12 വയസ്സ് കഴിഞ്ഞു. അതെ, 5 വർഷമൊക്കെ കഴിഞ്ഞു. കറണ്ട് പോയിട്ട്. അത്ര അതിന്റെ സമയം ഈ കാക്കുമ്പോൾ താനായിരുന്നു. എങ്ങനെയൊക്കെ മക്കളും ഉള്ളതുകൊണ്ട് കഴിച്ചതേ വന്നു. ഇങ്ങോട്ട് വന്നോ? ഇങ്ങോട്ട് ഇറങ്ങി? സൈഡിൽ കറങ്ങും. അല്ലേ? ഫെൻസിങ്ങും കറന്ന് പുറത്ത് പോയിട്ടുണ്ടല്ലേ? ഫെൻസിങ് പൊട്ടിക്കുന്നു. സത്യം ഇതൊക്കെ നോക്കണ ട്രൈബൽ ഓഫീസർമാരൊക്കെ വന്ന് നോക്കി ചെയ്യേണ്ട പരിപാടിയാണ്. അത് കോളനിയിലാണ്, കാട് ഏരിയ ആണ്. അതൊക്കെ പ്രത്യേകിച്ച് കാടിന്റെ അടുത്ത് ഇങ്ങനെ വെളിച്ചില്ലാണ്ട് കിടക്കുന്നല്ലേ? അത് അവര് ഒരു കണക്ക് പറഞ്ഞ അവർ ചെയ്യണം. അവർ ചെയ്യില്ല. അതാണ് എൻ്റെ ഇത്. ആദിവാസി ഏത് മൂലി കിടന്നാലും ചത്താലും മരിച്ചാലും എന്നാലും ഇതാണ് ഗതി. സാർമാർ വന്നുകൊണ്ട് ഇപ്പോൾ എന്തായി, അത് ഭയങ്കര ഒരു വെളിച്ചത്തോടെ നമ്മുടെ ജീവനോട് ഉയർന്ന പോലെ ആയിപ്പോൾ. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് വയനാട് കല്ലൂർ മാലക്കാപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മുടെ ഒരു വാസുചേട്ടൻ്റെ ഫാമിലിനെയും കാണാനായിട്ട് പോയിരുന്നു. നമ്മൾ പല പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ എപ്പിസോഡുകൾ എടുത്തിട്ടുള്ളതാണ്. പക്ഷേ കുറച്ച് നാൾ മുന്നേ നമ്മൾ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥയും അതുപോലെ തന്നെ കറണ്ട് ഇല്ലാത്ത സാഹചര്യമൊക്കെ നമ്മൾ അന്നത്തെ എപ്പിസോഡിൽ സംസാരിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു മാസം ആകാറായെന്ന് തോന്നുന്നു. ഏതായാലും അതിനുശേഷം കുറേ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ രമേശ് ചേട്ടൻ്റെ കിണറുപണിയും പിന്നെ അങ്ങനെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയി പോയതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് എത്തിപ്പെടാനായിട്ട് പറ്റിയില്ല. പക്ഷേ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. അതായത് അവർക്കന്ന് കറണ്ടിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആ കറണ്ടിൻ്റെ കാര്യം ഒരാൾ സ്പോൺസർ ആയിട്ടുണ്ട്. ഒരാളല്ല, 2 പേര് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ 2 പേരുടെ സ്പോൺസറിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്ന് തന്നെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു അവർക്ക് കറണ്ട് കട്ടായി പോയതാണ്. അതിനുശേഷം കുറേ കാലമായതാണ്. ഭിത്തി മൊത്തം എർത്തൊക്കെ അടിക്കുന്ന പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ വയറിങ് കംപ്ലീറ്റ് മാറ്റണം, എർത്ത് ചെയ്യണം, മെയിൻ സ്വിച്ച് ELCV MCB അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്ത് പുതിയ അപേക്ഷ കൊടുത്ത് അങ്ങനെ വലിയൊരു പ്രൊസീജിയറാണ്. അപ്പോൾ ഏതായാലും നമ്മൾ അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇലക്ട്രീഷ്യനുമായിട്ട് സംസാരിച്ചു. ഇവർക്ക് തന്നെ അറിയാവുന്നൊരു ഇലക്ട്രീഷ്യൻ ഇവിടെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്ത് അങ്ങനെ പുള്ളിയോട് സംസാരിച്ച് കഴിഞ്ഞാൽ അപ്പോൾ പുള്ളി KCBയിലൊക്കെ പോയി അന്വേഷിച്ച് ഇന്ന രീതിയിലൊക്കെ ചെയ്താൽ ഇത് കാര്യങ്ങൾ നടക്കുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ KCBക്കാരുമായിട്ടൊക്കെ അന്വേഷിച്ചു. അങ്ങനെ നമ്മളത് ഫുള്ള് വയറിങ് ചെയ്യണമെന്ന് തന്നെ അവർ പറഞ്ഞു. മൊത്തം പോയതാണല്ലോ, ഇത്ര നാൾ കഴിഞ്ഞാൽ അവർ ചെക്ക് ചെയ്യാൻ വരുമ്പോൾ മൊത്തം ഓക്കെ ആയിരിക്കും എന്നും പറഞ്ഞു. അങ്ങനെ മൊത്തം വയറിങ് ചെയ്തോ, മെയിൻ സ്വിച്ച് മാറ്റിക്കോ, എർത്തിങ് ഒക്കെ ചെയ്തോളാൻ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല വയറിങ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത, ബൾബ് ഒന്നും ഇല്ലാത്ത പ്രദേശത്തേക്ക് വയറും കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്നും ആ ഇലക്ട്രീഷ്യൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. സുധീർ എന്നാണ് അതിൻ്റെ പേര്. ഏതായാലും അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഏൽപ്പിച്ച് എല്ലാം നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങൾ തന്നെ മേടിക്കണം എന്നും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ സാധനങ്ങളും പുള്ളി മേടിച്ച് നമുക്കിവിടെ അതിൻ്റെ വയറിങ്ങും പരിപാടികളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കണക്ഷൻ കിട്ടിയാൽ മാത്രം മതി. പക്ഷേ അതിനിപ്പോൾ കുറച്ച് പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഇലക്ട്രീഷ്യൻ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം അവർക്കാകുമ്പോൾ കൂടുതൽ അതിനെക്കുറിച്ച് അറിയാവുന്നുണ്ട്. അപ്പോൾ ഏതായാലും വയറിങ്ങും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വയറിംഗ് ഒക്കെ ചെയ്തൊക്കെ ഒന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം. മാത്രമല്ല അവരെയൊന്ന് ജസ്റ്റ് കാണുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ സ്പോൺസർ ചെയ്ത ആളുകൾ, അതായത് 2 പേരാണ് സ്പോൺസർ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒരാളുടെ പേര് രാജമ്മ, അടുത്തയാളുടെ പേര് ബാബു. രാജമ്മ ചേച്ചി USA-ലുള്ളതാണ്. അതുപോലെ തന്നെ ബാബു എന്ന് പറഞ്ഞ ആൾ ദുബായിലുള്ളതാണ്. അപ്പോൾ ഇവർ 2 പേരുമാണ് ഇതിനു വേണ്ടി സ്പോൺസർ ചെയ്തത്.
അപ്പോൾ നമുക്ക് നോക്കാം, അവിടെ ചെന്ന് നമുക്ക് എന്താണ് അവിടുത്തെ സ്ഥിതി എന്നുള്ളത് നമുക്ക് നേരിട്ടൊന്ന് കാണാം. അപ്പോൾ അവർ സഹായിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഏതായാലും ഈ പരിപാടി വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വർക്ക് സ്റ്റാർട്ട് ചെയ്തല്ല, ഓൾമോസ്റ്റ് ഒരു 70% കഴിഞ്ഞ്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ കണക്ഷൻ കിട്ടുക, അല്ലെങ്കിൽ അതിൻ്റെ പേപ്പർ വർക്ക്സ് കഴിഞ്ഞ് കണക്ഷൻ കിട്ടുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ. ഏതായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം. അവിടെ എന്താണ് ഇപ്പോൾ ഉള്ളത് നോക്കുന്ന അവരോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഏതായാലും അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമുക്കിന്ന് മഴയൊക്കെ പെയ്തുകൊണ്ട് മൊത്തം ചെളി ആയതുകൊണ്ട് വണ്ടിയൊന്നും ഇങ്ങോട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ കാണുന്നത് നമ്മളിതിന് മുന്നേ പല പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം ഫോറസ്റ്റ് ആട്ടോ, ചുറ്റും ഫോറസ്റ്റാണ്. ഇതടക്കം ഫോറസ്റ്റാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ നടുക്കോടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വശം മാത്രമേ ഫോറസ്റ്റ് ഇല്ലാത്തുള്ളൂ, അത് ഈ വശം. ഇങ്ങനെ ചുറ്റും 3 സൈഡും ഫോറസ്റ്റായിട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ വാസുദേവൻ്റെ വീടിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. നമ്മളിനി ഒന്ന് കാണാൻ പോവുകയാണ് കഴിഞ്ഞ ദിവസം എന്തൊക്കെയാണ് അവരവിടെ ചെയ്തിരിക്കുന്നതെന്നൊക്കെ. അപ്പോൾ വയറിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ വീട്ടിലെത്തിയിരിക്കുകയാണ്. വൈകിട്ടോ ചേച്ചിയെ ആസേട്ടാ ആസേട്ടാ പിന്നെ എന്തൊക്കെയുണ്ട്? എങ്ങനെ ഇപ്പം ഫുൾ മഴയാണ്, ആനശല്യമാണ്. വരുന്നുണ്ടോ? ദിവസം വരുന്നുണ്ടോ? ആനിപ്പോൾ ഡെയിലിയാണ്. ഒരു 7 മണിയാകുമ്പോൾ തുടങ്ങും. നല്ല ഇപ്പോൾ പണ്ടത്തെ പോയി പെൻസിങ്ങിൽ ആ പെൻസിങ് ആകുമ്പോൾ ചവിട്ടി മറിച്ച് വരിക. ഇപ്പോൾ ആന ഫെൻസിങ് ചവിട്ടി മറിച്ച് കളയൊക്കെ പിടിച്ച് പുതിയ ഫെൻസിങ് ഉണ്ടല്ലോ അവിടെ, അതൊക്കെ മറിക്കും. അതും കളയുന്നുണ്ട്. ആനൊക്കെ പാമ്പിന് പടർന്ന് ഇങ്ങനെ ആക്കി വെക്കും. പോസ്റ്റിനെ വലിച്ച് ഉണ്ടാവും. പാമ്പിൻ്റെ വളച്ചിങ്ങനെ ആക്കും അല്ലേ? അവർക്ക് അതൊന്നും വലിയ വിലയൊന്നുമില്ലാണ്. എന്തിട്ടിട്ടും ഇത് ഒരു പരിഹാരം ഉണ്ടാകുന്നില്ലേ? പിന്നെ കഴിഞ്ഞ ദിവസം വയറിങ്ങാരും വന്നില്ലേ? വന്നില്ലേ? വന്ന് എന്തൊക്കെയാ ചെയ്തേ? വാ ഒന്ന് കാണിച്ചിരുന്നു. മെയിൻ സ്വിച്ച് ചെയ്യാൻ തുടങ്ങാൻ കേട്ടോ. നമുക്ക് ഇതൊക്കെ മാറ്റിയായിരുന്നോ? അത് മാറ്റിയില്ലേ? നിറം പോയില്ലേ? അത് ഇനി അടുപ്പ് കത്തിക്കുന്നുണ്ടായിരിക്കും അല്ലേ? പുക പിടിച്ചതല്ലേ? ഇതിപ്പോ പുക പിടിച്ചതല്ലേ? ഇനിയിപ്പോ അടപ്പ് ഞാൻ ഒഴിവാക്കി വിടുന്നു. അല്ല ഞാൻ പറഞ്ഞ നിറം പോയി. അത് കുഴപ്പമില്ല. ഇറങ്ങി ചെയ്തിട്ടുണ്ട്. വെറുത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. വെറുത്ത് ഇങ്ങോട്ട് ആദ്യം നമുക്ക് പുറത്തത്തെ ആണ് കേട്ടോ. പുറത്തെ ഇതൊന്നും ഇല്ലായിരുന്നു. ഇതൊക്കെ നമ്മൾ പുതിയത് ഇപ്പോൾ കൊടുപ്പിച്ചതാണ് അവരെ കൊണ്ട്. എല്ലാത്തിനും ബൾബ് ഇട്ട് വെച്ചിട്ടുണ്ട്. വീടിന് ചുറ്റുമുള്ളതൊന്ന് നോക്കി വെച്ചിട്ട് നമുക്ക് വീടിൻ്റെ ഉള്ളിലത്തെ കാണാം കേട്ടോ. ഇവിടെ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ. ഇവിടെയും ബൾബ് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി പഴയ ഇതിൻ്റെ വയറിങ് ഉള്ളിൽ കൂടെ ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ചെയ്യാൻ പ്രയാസമുള്ളതുകൊണ്ടും പുറത്തേക്ക് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടും കുറേ പൈപ്പ് പുറത്തോടെ കൊടുത്തിരിക്കുന്നത്. അവിടെ പൈപ്പ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? അവിടെയും ബൾബ് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഉണ്ട്. ഇവിടെ ബൾബ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മൊത്തം ഉള്ളിലാ. നമ്മുടെ ചെക്കൻ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പേരെന്തായിരുന്നു? ശരത്ത്. ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് വരാം. അതിന് പിന്നെ ഇതൊന്ന് മൊത്തം ഒന്ന് കണ്ടിട്ട് ചേട്ടാ ഉള്ളിലത്തെ ഒന്ന് കാണിക്കാമോ? ടോർച്ച് ഉണ്ടോ? ഇല്ല, വെളിച്ചുണ്ടാവും. ഉണ്ടോ? അല്ലെന്നേ ഇതിൻ്റെ അകത്ത് കിട്ടണമെങ്കിലേ കിട്ടും. ടോർച്ച് ഉണ്ടോ? പിന്നെ പോകേണ്ട പ്ലാസ്റ്റർ അടിക്കണം. അല്ല ഇതുണ്ട്, ഇത് മതി. വാ പെട്ടില്ലല്ലേ? ഇതൊക്കെ പുതിയത് കൊടുത്താട്ടോ. കണ്ടില്ലേ? ഇത് പുതിയിട്ടല്ലേ? അപ്പോൾ പുതിയതാ. പുകയുന്നുണ്ടല്ലേ നന്നായിട്ട് അടുപ്പ്? അതിപ്പോൾ ഞാൻ മാറ്റാം. അത് എല്ലാ റൂമിലും ഇട്ടില്ലേ? എല്ലാ റൂമിലും ഇതിലിട്ടുണ്ടല്ലേ? കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സ്വിച്ച് ഇതൊക്കെ പുതിയ കൊടുത്തല്ലേ? സ്വിച്ച് ബോർഡൊക്കെ പുതിയ കൊടുത്താട്ടോ. പിന്നെ ഇതൊക്കെ മാറ്റിയായിരുന്നു. ഇത് കൊടുത്ത LCB കേട്ടോ. ഇത് ഈ അടുപ്പ് ഉള്ളിൽ ഇട്ട് കത്തി പുകയുടെ പ്രശ്നം കൊണ്ടായിരിക്കും അല്ലേ നിറം പോയതല്ലേ? 3 ആഴ്ച കഴിഞ്ഞ് കേട്ടോ ഇത് ചെയ്തിട്ടപ്പോഴത്തേക്കും കളറൊക്കെ പോയി. ഇത് മാറ്റിയായിരുന്നു കേട്ടോ.
ഉള്ളിലത്തെ ഒക്കെ കംപ്ലീറ്റ് വയറും കാര്യങ്ങളും ഒക്കെ മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഇട്ടുണ്ട് ബൾബ്. അവിടെ ഉണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് നോക്കിയോ, ആ റൂമൊന്ന് വെച്ചു. ഇതിലുണ്ട് വൈഡാക്കാം. അങ്ങോട്ടോ ഇവിടെയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു വയറ് കൊടുത്തിട്ടുണ്ട്. എന്താ അങ്ങനെ പോയിട്ടുണ്ട്. ബൾബും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. ഇത് അടുക്കളയല്ലേ? ഇവിടെ അടുപ്പ് കത്തിക്കുന്നില്ല. ഇപ്പം ഒഴിവാക്കിയതൊക്കെ എല്ലാം പുറത്തല്ലേ? ഉള്ളിലത്തെ ഇതിൻ്റെ പുറത്തേക്ക്. പിന്നെ ഇവിടെ ഒരു ബൾബുണ്ട്. ഇതാ വേണ്ട വേണ്ട. ഉള്ളിലത്തെ വയറിങ് മൊത്തം മാറ്റിയില്ലേ? മാറ്റി എല്ലാം മാറ്റിയല്ലോ? എല്ലാം മാറ്റി. അല്ലേ? അവർ രാവിലെ വന്നിട്ട് വൈകിട്ട് വരെ ഉണ്ടായിരുന്നു പണി. തന്നെ. അപ്പോൾ അത് തുളയ്ക്കാനൊക്കെ കറണ്ട് എവിടെ നിന്ന് കിട്ടി അവർക്ക്? ഞങ്ങൾ അപ്പുറത്ത് വീട്ടിൽ നിന്ന് കുറച്ച് നേരം വാങ്ങിച്ചായിരുന്നു, എടുത്തായിരുന്നു. അപ്പോൾ പിന്നെ സൈഡ് അടിക്കാൻ വേണ്ടിയിട്ട് അവർ തന്നില്ല, അവർ ഊരിട്ടവർ. പിന്നെ സാറിൻ്റെ വർട്ട നമ്മൾ ആണി കൊണ്ട് ഇങ്ങനെയൊക്കെ തല്ലി പിടിച്ച് ഒപ്പിച്ചിട്ട് തന്നില്ല, കറണ്ട് തന്നില്ല. പിന്നെ തരില്ല അവർ അപ്പുറത്ത് വീട്ടുകാരല്ലേ? എനിക്ക് അതന്നെ എനിക്കോ ദൈവം തവര വിധി കൊണ്ട് തന്നാൻ തോന്നുന്നുണ്ടായിരിക്കും, അവർ തരില്ല അവർ. അതായത് ചേട്ടൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ ഈ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് മൊബൈലുണ്ട്, പക്ഷേ അത് പലപ്പോഴും ചാർജ് ഇല്ല, വിളിച്ചാലും കിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ചാർജ് ഇല്ലയെന്ന് ചോദിച്ചപ്പോഴാണ് ഈ കറണ്ടിൻ്റെ കഥയൊക്കെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ ചേട്ടൻ മൊബൈൽ ചാർജ് ചെയ്യാനായിട്ട് കുറേ ദൂരമുള്ള ഒരു വീട്ടിലെങ്ങാണ്ട് കൊണ്ടുപോയിട്ടാണ് ചാർജ് ചെയ്യുന്നത്. ഈ തൊട്ടടുത്ത വീട്ടിലൊക്കെ കറണ്ട് ഉണ്ട്, പക്ഷേ അവരാരും ഒരു മൊബൈൽ ചാർജ് ചെയ്യാൻ പോലും സമ്മതിക്കില്ല. നമുക്കറിയാം ഒരു മൊബൈൽ ചാർജ് ചെയ്ത് ഒരു മാസം മൊത്തം ചാർജ് ചെയ്താൽ 1 യൂണിറ്റ് പോലും വരുമെന്ന് എനിക്ക് തോന്നിയില്ല കറണ്ട് ചാർജ്. അപ്പോൾ അത് പോലും തരാനുള്ള മടിയുള്ള, അതായത് 1 യൂണിറ്റിന് 8 രൂപയ്ക്ക് കേരളത്തിൽ വിലയുള്ളൂ, അതുപോലും ഇവിടെ തരാൻ മടിയാണ് ആളുകൾക്ക്. ഇതാണ് മനുഷ്യൻ്റെ ഒരു രീതി. അപ്പോൾ അതൊക്കെ കേട്ടുകൊണ്ടാണ് അന്ന് ഇവർക്ക് കറണ്ടിൻ്റെ കാര്യം ഒന്ന് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കയറിയതും അന്ന് ഞാനത് വീഡിയോയിലൂടെ പറഞ്ഞത് കേട്ടോ. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞു അത് തന്നെ കാര്യമാണ്. ആ ഇലക്ട്രീഷ്യൻ എന്നോട് ഈ കാര്യം പറഞ്ഞിരുന്നു. അതായത് ഇതൊന്ന് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് എർത്തിങ്ങും എല്ലാം ഈ കണക്ഷൻ കൊടുത്തതൊക്കെ കറക്റ്റാണെന്ന് നോക്കാനായിട്ട് ഒന്ന് കറണ്ട് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ പുള്ളി വയറ് കൊണ്ടുവന്ന് അപ്പുറത്തെ വീട്ടുകാരോട് ചോദിച്ച് അവർ ജസ്റ്റ് ഒന്ന് കുത്തി ലൈറ്റൊക്കെ ഒന്ന് ഓണാക്കി നോക്കിയപ്പോൾ ഇന്നത്തേക്കും അവർ ആ കണക്ഷൻ ഊരിയിട്ടു എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ സംഭവം എല്ലാം വർക്കിംഗ് ആണ്. ഇനി ഒന്ന് കറണ്ട് കിട്ടിയാൽ മാത്രം മതി. അവർ പുള്ളി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. എന്തോ ഭാഗ്യം കൊണ്ട് എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ ചേട്ടൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ച്, നിങ്ങളോട് പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനത് ഒന്നുകൂടെ ചോദിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇതാണ് കേട്ടോ അവസ്ഥ. അപ്പോൾ ഏതായാലും നമുക്ക് കറണ്ട് കിട്ടാനുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ ഇതാക്കിയില്ലേ? കൊടുത്തില്ലേ? എല്ലാം കൊടുത്തില്ലേ? പിന്നെ വേറെ കാര്യം എന്താണെന്നറിയോ, നിങ്ങൾ എത്തിക്കുന്ന ഏറ്റവും ഞാൻ നോക്കുമ്പോൾ സ്വന്തം ഏട്ടനും അനിയനും കൂടി ഇങ്ങനെ ഒരിക്കലും ചെയ്തില്ല. ഇത്രയും ഉപകാരത്തോടെ നന്ദിയോടെ നിങ്ങൾ ചെയ്തു. എനിക്ക് ഭയങ്കര നിങ്ങൾ കാല് പിടിക്കാൻ അതൊന്നും വേണ്ട. അത്രയും എനിക്ക് സങ്കടം. നിങ്ങൾക്ക് വേണ്ടി എന്നറിയോ, എനിക്ക് ഏറ്റവും നല്ല മക്കളുണ്ട്. ആ കുട്ടീൻ്റെ ഒരു വെളിച്ചം കാണുമായിരിക്കും ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അതിപ്പോൾ സാറന്മാർ വന്നുകൊണ്ട് അത് പൂർത്തിയാകുന്ന ഒരു ഉറപ്പായി. നമുക്ക് അത് ചെയ്ത് നമ്മൾ 2 പേരാണ്, 2 ആളുകളാണ് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള പൈസയൊക്കെ മുടക്കിയേക്കുന്നത്. ഒന്ന് രാജമ്മ എന്ന് പറഞ്ഞൊരു ചേച്ചി, പിന്നെ ബാബു എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ. ഇങ്ങനെ 2 പേരാണ് കേട്ടോ. എന്നാൽ അവരും 2 പേരും പുറത്തുള്ളവരാണ്. എന്നാലും അവർക്കെല്ലാം ദൈവം അനുഗ്രഹിച്ച് തരട്ടെ. അതെ. അപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞായിരുന്നു, അപ്പോൾ നിങ്ങളോട് അന്വേഷണം പറയണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് സംഭവം കേട്ടോ. അപ്പോൾ അവരാണ് നമ്മുടെ അന്നത്തെ വീഡിയോ കണ്ടിട്ട് ചേട്ടനെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നത് കേട്ടോ. അപ്പോൾ അവരുള്ളതുകൊണ്ടാണ് നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റിയത് കേട്ടോ. അല്ലാണ്ട് ഞാനത് വീഡിയോ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നാലും നിങ്ങൾ സാറ് മുമ്പ് നിന്നുകൊണ്ടാണ്, സാറ് ക്രിസ്റ്റി എന്ന് വിളിച്ചാൽ മതി, നിന്നുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു ഉപകാരമായത്. അല്ലെങ്കിൽ ഇങ്ങനെ നടക്കൂലായിരുന്നു. ഞാൻ ഓർത്ത് ഇനി ഇതേപ്പോൾ ഇരുട്ടി മൂടി പോകുന്നൊരു ധാരണയായിരുന്നു. കാലാകാലം ഇങ്ങനെ ആയി പോകുന്നു വിചാരിച്ചു. അതായത് നിങ്ങൾക്ക് കറണ്ട് ഉണ്ടായിരുന്നല്ലേ ഒരു നാള്? ഉണ്ടായിരുന്നു. എത്ര നാൾ കൊച്ചിന് എത്ര വയസ്സുള്ളപ്പോഴാണ് കറണ്ട് ഉണ്ടായിരുന്നത്? കൊച്ചിന് ഒരു 7 വയസ്സുള്ളപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നു. ഇപ്പം കൊച്ചിന് എത്ര വയസ്സായി? കൊച്ചിന് 12 വയസ്സ് കഴിഞ്ഞു. അതെ, 5 വർഷമൊക്കെ കഴിഞ്ഞു കറണ്ട് പോയിട്ട്. 5 വർഷമായിട്ട് ഇവർക്ക് കറണ്ട് ഇല്ലാണ്ട് ഇരിക്കുമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മളന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം അന്നാണ് ഈ ഒരു സംഭവം ഇവർ നമ്മളടുത്ത് പറയുന്നത്. അതിന് മുന്നേ ഞാൻ 1 വർഷം മുന്നേ വന്നപ്പോഴും ഈ കറണ്ടിൻ്റെ കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഏതായാലും നമ്മളത് മനസ്സിലാക്കി അവർക്ക് കറണ്ടിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പേപ്പർ വർക്ക്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, KCBയിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ വന്ന് ഇത് ചെക്ക് ചെയ്തിട്ട് കണക്ഷൻ കൊടുക്കാമെന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ. മൊത്തം കറണ്ട് ഓൺ ആയി കഴിയുമ്പോൾ നമ്മൾ 1 പ്രാവശ്യം കൂടെ ഇങ്ങോട്ട് വരും കേട്ടോ. അവരെല്ലാം നിങ്ങളെന്ന് കാണിച്ചു തരാം കേട്ടോ. സത്യം ഇതൊക്കെ നോക്കണ ട്രൈബൽ ഓഫീസർമാരൊക്കെ വന്ന് നോക്കി ചെയ്യേണ്ട പരിപാടിയാണ്. അത് കോളനിയിലാണ്, കാട് ഏരിയയാണ്.
അതൊക്കെ പ്രത്യേകിച്ച് കാടിൻ്റെ അടുത്ത് ഇങ്ങനെ വെളിച്ചമില്ലാണ്ട് കിടക്കുന്നല്ലേ. അത് അവർ ഒരു കണക്ക് പറഞ്ഞ് അവർ ചെയ്യണം, അവർ ചെയ്യില്ല. അതാണ് എൻ്റെ ഇത്. ആദിവാസി ഏത് മൂലയിൽ കിടന്നാലും ചത്താലും മരിച്ചാലും എന്നാലും ഇതാണ് ഗതി. സാർമാർ വന്നതുകൊണ്ട് ഇപ്പോൾ എന്തായി, അതൊരു ഭയങ്കര ഒരു വെളിച്ചത്തോടെ നമ്മുടെ ജീവനോട് ഉയർന്ന പോലെ ആയിപ്പോൾ. അതാണ് ഏറ്റവും നല്ല നന്ദി. അങ്ങനെയൊക്കെ അവരോട് പറഞ്ഞാൽ മതി. അവരാണ് നമുക്ക് 2 പേരാണ് അത് സ്പോൺസർ ചെയ്തേക്കുന്നത്. ഇനി ഞാനത് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർ ആ വീഡിയോ കണ്ട അവിടെ തന്നെ നമ്മളോട് പറഞ്ഞു അവർക്ക് കറണ്ടിനുള്ള സഹായം ഞങ്ങൾ ചെയ്യാമെന്നും പറഞ്ഞു. ഞാൻ വീഡിയോ ഇട്ടോ എൻ്റെ പിറ്റേ ദിവസം തന്നെ പറഞ്ഞാണ്. ഇതിപ്പോൾ 1 മാസമായി എന്ന് പറഞ്ഞാൽ പല തടസ്സങ്ങളുണ്ടായിരുന്നു. ഒന്ന് ഇലക്ട്രീഷ്യനെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ അവസാനം ചേട്ടൻ തന്നെ അല്ലേ ആളെ കണ്ടു വിളിച്ചെന്നല്ലേ ഇലക്ട്രീഷ്യനെ. അവൻ്റെ പേരെന്തായിരുന്നു? സുധീർ. സുധീർ നിങ്ങളുടെ ബന്ധുവാണെന്ന് തോന്നുന്നില്ലേ? അതാണ് എൻ്റെ ബന്ധു വന്നത്, അടുത്തുള്ള ആളാണ്. അതെ. അപ്പം അങ്ങനെ ഒരാളുണ്ടെന്ന് അതെ അങ്ങനെ ഒരാളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് പിന്നെ അടുത്ത് വന്നു പോകാനൊക്കെ എളുപ്പമുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അവനെ തന്നെയാണ് പിന്നെ കോൺടാക്ട് ചെയ്യുന്നതും വിളിക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവൻ തന്നെ വന്ന് ഇതെല്ലാം ചെയ്ത് കൊടുക്കുമായിരുന്നു. ഓരോ കാര്യങ്ങളും വിളിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ കുറച്ച് അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തെ കുറച്ച് വീഡിയോസ് എനിക്ക് അയച്ചു തന്നായിരുന്നു. അതൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് കാണിച്ചു തന്നേക്കാം കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് ഇത്രയും പരിപാടി കഴിഞ്ഞ് ഇനിയിപ്പോൾ കറണ്ടും കൂടെ കിട്ടിയാൽ പരിപാടി പൂർത്തിയായി അല്ലേ? പരിപാടി കറണ്ട് കിട്ടി കഴിയുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം കൂടെ വരാം കേട്ടോ. ഓക്കെ. പിന്നെ കൊച്ചിൻ്റെ കാര്യം എന്നായി? കഴിഞ്ഞ ദിവസം ഞാനിവിടെ വന്നായിരുന്നു. ഇന്നലെ കോഴിക്കോട് പോയായിരുന്നു. ഇന്നലെ ഞങ്ങളിവിടെ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ കോഴിക്കോട് പോയായിരുന്നു. ഇവിടെ ഇവനെ മറ്റേ മീനച്ച ടെറാപ്പി ഉണ്ടാകും, അതും കഴിഞ്ഞ് എന്തിൻ്റെ ടെറാപ്പി അല്ലേ? മറ്റേ കായും കാലൊക്കെ കുഴിച്ചത് പോലെ അത് ചെയ്യണം, മാസം ചെയ്യണം അവനെ. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ എനിക്ക് ടെസ്റ്റിന് അതും പോയി. ചേട്ടൻ്റെ അല്ലേ? അത് ചേട്ടൻ്റെ കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ ചേട്ടനും ടെസ്റ്റും കാര്യങ്ങൾ ഞാനും ചെക്കനും കൂടി പോയി. പെണ്ണുണ്ടായി ചെക്കനും ഞങ്ങൾ പോയി. അങ്ങനെ വന്ന് ഞങ്ങൾ അപ്പം തന്നെ ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ടാവും. അത്ര ലേറ്റ് ആയി. അതിൻ്റെ സമയം ഈ കാട്ടിൽ മൊത്തം ആനയായിരുന്നു. എങ്ങനെയൊക്കെ മക്കളും ഉള്ളതുകൊണ്ട് കഴിച്ചതേ വന്നു. ഇങ്ങോട്ട് വന്നോ? ഇങ്ങോട്ട് ഇറങ്ങി? സൈഡിൽ കറങ്ങും ആണല്ലേ? ഫെൻസിങ്ങും കടന്ന് പുറത്ത് പോയതുണ്ടല്ലേ? ഫെൻസിങ്ങ പൊട്ടിക്കുന്നു. പിന്നെ ഒന്നറിപ്പോൾ ഭയങ്കര ശല്യം, ഈ നെരി ശല്യമാണ് ഇപ്പോൾ. നെരികൾ കടുവയുണ്ടല്ലേ? കടുവയും പിന്നെ പുലി കടുവയും പുലി ഉണ്ടെന്നാട്ടോ പറയുന്നത്. പുലി കഴിഞ്ഞിടയ്ക്ക് നിങ്ങളിപ്പോൾ നിങ്ങൾ വേക്കൂടെ വന്നില്ലേ, ആ മാവിൻ്റെ മേലെ 4 കോഴി ഉണ്ടായിരുന്നു. 4 പുലിയോ? അല്ല, കോഴി 4 കൊണ്ടുപോയി പുലി. പിന്നെ ഇവിടെ വരെ എത്തി. കഴിഞ്ഞ ചൊവ്വാഴ്ച തോന്നുന്നുണ്ട് പുലി ഇവിടെ എത്തിയ. ഇവിടെ മിറ്റത്തുണ്ടായിരുന്നു. അതെങ്ങനെ മനസ്സിലായി വന്നെന്ന്? എങ്ങനെ ഇതിന് സൗണ്ട് വരും ഈ സാധനത്തിൽ വരുമ്പോൾ. അടുത്ത ഒരു സ്മെല്ലടിക്കും നമുക്ക്. നിങ്ങൾക്ക് ഇവർക്ക് അറിയാം കേട്ടോ, ഇവർ കാടുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്. പിന്നെ ഇതിന്റെ ഒരു മീശിന്റെ ഒരു സൗണ്ട് വരും. ഈ മീശയുടെ ഒരു സൗണ്ട്, ഇതിന്റെ സൗണ്ട് അടിക്കും. പുലി തന്നെയാ? അതിന്റെ സൗണ്ട് നമുക്ക് മനസ്സിലാക്കാം. പട്ടിയായിരിക്കും ലക്ഷ്യം അല്ലേ? പട്ടിയാണ് ഏറ്റവും റിസ്ക്. പിന്നെ അത് പറ്റുള്ളത് കൊണ്ടാണ് നമുക്ക് അറിയപ്പെടുന്നത്, അല്ലെ അറിയപ്പെടൂല. വന്ന കാര്യം പെട്ടെന്ന് അറിയുന്ന. പിന്നെ ഒന്നറിയാം, ആടുള്ളത് കൊണ്ട് ഭയങ്കര പേടിയാ. ആടിനെ പിന്നെ കൂട്ടിന്റെ അകത്തല്ലേ? ഇത് വലിയ വിലയൊന്നും ഉണ്ടാവില്ല. അതിനൊക്കെ ഒരു ഒറ്റ അടി കൊണ്ട് മൊത്തം പറിച്ചിട്ട് കൊടുക്കും, മൊത്തം പൊട്ടിക്കുക. പിന്നെ ഇതിൻ്റെക്കാളും വലിയ സാധനത്തേക്ക് അടിച്ച് പൊളിച്ച് പോകുന്ന സാധനത്തിന് ഇതിന് വലിയ കൂട് പൊളിച്ച് കൊണ്ടുപോകുന്നുണ്ടല്ലേ? പിന്നെ അല്ലാതെ പിന്നെന്തോ മേലെയും താഴെ ദൈവമുള്ളതുകൊണ്ട് ഇങ്ങനെ ഒത്തുകൂടി പോകുന്നുണ്ട്. അതാണ്. അല്ല, അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ നമുക്ക് വരാൻ തോന്നിയത്. ഇങ്ങനെ ആളുകളൊക്കെ വരുന്നു. നമുക്ക് എന്തായാലും കറണ്ട് അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ വീടുകൾക്ക് കറണ്ട് ഉണ്ട് അല്ലേ? ഇവർക്ക് സംഭവിച്ചു പോയത് എന്നാന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞാണ്. അതായത്
ഇവരുടെ വയറിങ്ങിൽ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, എർത്തായി പോയായിരുന്നു. അതായത് പുള്ളി പറഞ്ഞതെന്നു പറഞ്ഞാൽ ഭിത്തിയിലൊക്കെ, അതായത് ഭിത്തിയിൽ കംപ്ലീറ്റ് ഷോക്ക് അടിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മാസത്തെ കറണ്ട് ബില്ല് വന്നപ്പോൾ ഇവർക്ക് വലിയ പൈസ കറണ്ട് ബില്ല് വന്നു. അപ്പോൾ കറണ്ട് മൊത്തം എർത്തായി പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെയാണ് വലിയ കറണ്ട് ബില്ല് വന്ന് അത് അടയ്ക്കാൻ പറ്റാതായി. അങ്ങനെ ഒരു കണക്ഷൻ ഊരിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു 5 വർഷം ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ പുതിയ കണക്ഷന് വേണ്ടി ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ തന്നെ അത് കിട്ടുമെന്ന് വിചാരിക്കും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ഇവിടെ വരുന്നതായിരിക്കും കേട്ടോ. നമുക്ക് പിന്നെ സർജറി പോകാനും അറിയില്ല, പിന്നെ എക്സ്റേ എടുക്കുന്ന സ്ഥലത്ത് അറിയില്ല. കോഴിക്കോട് സിറ്റി അല്ലേ, നമുക്ക് ബോർഡ് വായിക്കേണ്ട മണ്ടേ വർക്കുണ്ടി പിന്നെ നമുക്ക് അവിടെ എത്തിപ്പെടാം. അതെ, അപ്പം ഈ ചെക്കനുകൾ എത്തിയതുകൊണ്ട്, അതായത് മകളുടെ ഭർത്താവ് അല്ലേ, പൊട്ടൊന്ന് ആയി, അല്ലെങ്കിൽ കുടുങ്ങിയാൽ പോയാൽ നോക്കണം, ശരിക്കും നോക്കും നമ്മളൊക്കെ. പിന്നെ ഈയിടയ്ക്ക് കുറച്ച് ഭയങ്കര ടൈറ്റ് ആയിരുന്നു എന്നറിഞ്ഞാൽ ഇപ്പോൾ പൊണ്ണുക്ക് പണിയോട് ഒഴിവായിക്കൊണ്ട്. ചേച്ചി എവിടെയാണ് ജോലിക്ക് പോകുന്നത്? ഇപ്പോൾ പോക്കില്ല, വീട്ടിൽ തന്നെ. ഇപ്പൊ ചെക്കനിടയ്ക്ക് പണിക്ക് പോകും, കൊണ്ടുവരും. അത് 4 മക്കളല്ലേ? 4 മക്കൾ. ഇത് മൂത്ത മോളാ? ഇത് മൂത്ത മോൾ. ഇതളയാളല്ലേ? ഇല്ല, ഇതിന്റെ ഇളയ ഒരാളുണ്ട് പഠിക്കാൻ. 3-ാമത്തെ ആളല്ലേ? ഇയാൾ ആദ്യം ഭയങ്കര ഉഷാറായിരുന്നു. ആദ്യം പറഞ്ഞാൽ ഇങ്ങനെയൊന്നല്ല, പ്രസവിക്ക് ഡെലിവറി കഴിയുമ്പോൾ തന്നെ 3.5 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. 3.5 കിലോ വെയിറ്റുള്ള ആളാണ് ഈ കൊലത്തായത്. ഉണ്ടായപ്പോൾ 3.5 കിലോ ഉണ്ടായിരുന്ന നല്ല ഉഷാറുമായിട്ടുള്ള ഈ മക്കൾ 3 ഏറ്റവും ഉഷാറുള്ള ആൾ ഇയാളായിരുന്നു. പിന്നീട് പെട്ടെന്ന് പിന്നെ ഒരു പനിയും ഒരു ഛർദി ഒരു വയറ്റുപോക്കായിട്ട് വന്നതാ. അതിൽ മൊത്തം തളർന്നുപോയി. അതെന്താ അസുഖമാണെന്ന് വല്ലതും ആരെങ്കിലും പറഞ്ഞോ? ശരിക്കുള്ള പിടിപാട് കിട്ടിയില്ല. ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഞങ്ങൾ കോഴിക്കോടൊക്കെ 4 മാസം വരെ കിടന്ന. ഡോക്ടർ പറയുക ഒരു 10-15 വയസ്സാകുമ്പോൾ മാറുമെന്നല്ല. ഇപ്പോൾ ഏകദേശം വയസ്സായി തുടങ്ങി. 12 വയസ്സ് കഴിഞ്ഞില്ലേ. ഇപ്പോൾ എങ്ങനെയൊക്കെ അവിടെ നിന്നൊക്കെ മരുന്നൊക്കെ വാങ്ങിച്ച് കൊടുത്ത് കൊച്ചു വർത്താനം പറയോ? ആദ്യം വർത്തമാനം പറഞ്ഞു നിന്ന ആളാ. ഇപ്പോൾ വർത്താനമില്ല. ഇല്ല. ഇപ്പം പിന്നെ തിന്നണി വിശക്കുമ്പോൾ നമ്മുടെ അടുത്തൊക്കെ വരും. അത്രേ ഉള്ളൂ. വന്ന് നമ്മളിങ്ങനെ പുറത്തുനിന്ന് തടവി പിടിച്ച് വിശക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഇപ്പോൾ തടവി കേട്ടോ. അതിനെ കാട്ടുമ്പോൾ പറയുന്ന കാര്യമൊക്കെ മനസ്സിലാകുന്നുണ്ട്. പക്ഷെ നമ്മൾ പറയൊക്കെ മനസ്സിലായി, തിരിച്ച് പറയാൻ കഴിയില്ല. ഇതൊക്കെ പുള്ളിയതാ. അതെങ്ങനെ? അത് ഇവന് പൊട്ടുന്ന അവസമാരെ പോലെ ആയിട്ട് വീണ് പുള്ളിയതാ. ഇത് കണ്ടല്ലേ? അയ്യോ, അതെന്നാ പറ്റിയേ? അതൊക്കെ ഇവൻ നമ്മൾ അത്ര നോക്കും, എന്നാലും പൊട്ടെന്നറിയാൻ പറ്റില്ല. പെട്ടെന്ന് അടുപ്പിലോട്ട് പോയി കയറും. അടുപ്പിൽ അവിടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ നിങ്ങൾ കണ്ടു കാണും. അവിടെ നല്ല സംഭവം. നമ്മൾ ഷെഡ് ഫസ്റ്റ് വീടുണ്ടായിരുന്നില്ല, അവിടെ ആയിരുന്നു പണ്ടത്തെ വീട്ടില്. ഇതിന് എത്ര കഷ്ടപ്പെട്ടെന്നറിയാം. ഒന്നും ശ്രദ്ധ മാറി അപ്പൊ പോയി അടുപ്പിൽ കൈയിടുകയൊക്കെ ചെയ്യൂല. കണ്ണ് തെറ്റിയാ പോയി. ഈളെ പുറം ഒരാൾ ഇങ്ങനെ നിൽക്കണം, അല്ലെങ്കിൽ നടക്കൂല. ഇതൊക്കെ പൊള്ളിയതാ കണ്ടില്ലേ? അതും പൊള്ളിച്ചാലേ. ഇത് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടും കൂടെ ഉള്ളതുകൊണ്ട് ഇവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒന്ന് കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ ഉടനെ പോയി അടുപ്പിലൊക്കെ പോയി കൈയിടും. വിറകുള്ളിയൊക്കെ എടുക്കുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. അവരുടെ സാഹചര്യം അങ്ങനെ തന്നെയാണ്. അടുപ്പൊക്കെ നിലത്താണ്. അപ്പോൾ അതിനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. വലിയ കഷ്ടമാണ്. അപ്പോൾ ഏതായാലും കറണ്ടിൻ്റെ കാര്യം വലിയ ബുദ്ധിമുട്ടായിരുന്നു അവർക്ക്. ഏതായാലും നമ്മൾ ഇപ്പോൾ അന്നത്തെ ആ വീഡിയോ ഇട്ടത് കൊണ്ട് ഇങ്ങനെ സഹായിക്കാനായിട്ട് ആളുകൾ വന്ന്. അപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് കറണ്ട് കിട്ടാനായിട്ട് പോകാം. നമ്മൾ കറണ്ട് കിട്ടുമ്പോൾ ഒരു പ്രാവശ്യം കൂടി ഇങ്ങോട്ട് വരും കേട്ടോ. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചായിരിക്കും ഇങ്ങോട്ട് വരിക. ഇന്നലെ ഞങ്ങൾ വന്നായിരുന്നു. ഇന്നലെ വന്നപ്പോൾ ഇവരെ കാണാൻ പറ്റിയില്ല. അപ്പോഴാണ് അറിഞ്ഞത് കൊച്ചിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാണെന്ന്. ഏതായാലും കൊച്ചിൻ്റെ അവസ്ഥയൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ ആരെങ്കിലും താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക കേട്ടോ. പക്ഷേ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ആകെ ഡേഞ്ചറിലാണ്. പിന്നെ ചെക്കനൊക്കെ കുറച്ച് വിറകൊക്കെ ഉണ്ടാക്കി വെച്ച് അതിന് വിറ്റിട്ട് വേണം ഇന്ന് കഞ്ഞി കുടിച്ച് പോകണി തന്നെ പോകണമല്ലേ. അതാ വിറക് ഇനി കൊണ്ട് വിൽക്കണത്. അതിത്ര 10-6 ഉറുപ്പ്യ കിട്ടും ഒരു കെട്ട്. അത് ഇന്നലത്തെ മെഞ്ഞാന്ന് വിറക് കൊട്ടിയപ്പോൾ കാടുമാർ ഭയങ്കര ഒച്ചമ്പിളിയായിരുന്നു. പിന്നെ സാർ തിന്നു പോകണ്ടേ. ഒന്നിപ്പോൾ മഴ ഇല്ലാത്തതുകൊണ്ട് പണിയും കുറവാണ്, അല്ലെങ്കിൽ വയലിപ്പണി കിട്ടും.
വയൽപ്പണി ചെക്കാൻ പോയിക്കോളൂ. ഒന്നറിയാം വിറക് നിങ്ങൾ കാട്ടിൽ നിന്ന് എടുക്കുന്നുണ്ട് അങ്ങനെ പറയുന്നത്. അങ്ങനെ ഇപ്പോൾ പൊട്ടിക്കാൻ ഫോറസ്റ്റുകാർ സമ്മതിക്കുന്നില്ലേ? അപ്പം നിങ്ങൾക്ക് അതിനുള്ള അവകാശം ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. ഇപ്പോൾ നടക്കൂല, സമ്മതിക്കുന്നില്ല അല്ലേ? ഇപ്പോൾ ആള് വേറെ മാറി 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 വരികയല്ലേ, അതുകൊണ്ട് ഇപ്പോൾ സമ്മതിക്കില്ല അവർ. വിറകെന്ന് പറയാൻ നിങ്ങൾ വെട്ടിയെടുക്കുന്നതല്ലോ, നിലത്ത് വീണ് കിടക്കുന്നതല്ല. നിലത്ത് വീടുന്ന സാധനം എടുക്കുന്നത്. എന്നാലും അവർക്ക് ഭയങ്കര ഇതാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഇത് വൈകുന്നേരം കൊണ്ട് കൊടുത്തിട്ട് വേണം ഇന്നത്തെ അന്തിസാപ്പാട് കഴിഞ്ഞ കൂടി തന്നെ. അതിനാണ് ഈ ഉന്തുവണ്ടി കൊണ്ടുപോകുന്നത്. അത് വാടക കൊടുക്കണം, ഈ ഉന്തുവണ്ടി. വിറകെടുക്കാനല്ലേ? ചെക്കനെ ആദ്യം എനിക്ക് ഒരാൾക്ക് മതി ഏറ്റി പോകാം, ഇപ്പോൾ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞു 100 രൂപ വാടക കൊടുക്കാം, വേറെ പൈസക്ക് തന്നെ നമുക്കിത് ആ വണ്ടി അടിച്ചിടാന്ന് പറഞ്ഞു. കുറേ ദൂരം താഴെ റോഡെത്തണം. അതും ഈ സമയത്ത് പറ്റില്ല, ഒരു 7-7:30 പറ്റുള്ളൂ. മറ്റൊരു കണ്ട വിളിച്ചു പറയും. അങ്ങനത്തെ അവസ്ഥയാണ്. സാരല്ലേട്ടാ, നമുക്ക് ശരിയാക്കാം കേട്ടോ. നമുക്കെല്ലാം ശരിയാക്കാം. ഇത്രയൊക്കെ ആയില്ലേ? നീ ഓരോന്നും വന്നോളൂ കേട്ടോ. ശരിയാണ്. എന്നാൽ ശരിയെന്നാ. പോട്ടെ. അപ്പോൾ നമ്മളേതായാലും വാസുചേട്ടനെ നമ്മൾ കണ്ടു. ഇതിപ്പോൾ ഒരു 5ാമത്തെ പ്രാവശ്യമാണ് നമ്മളിവിടെ ടോട്ടൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും അതിൻ്റെ മുന്നത്തെ വർഷവും വന്നിട്ടുണ്ട്. കഴിഞ്ഞ മാസം വന്നിരുന്നു. കഴിഞ്ഞ മാസം വന്ന വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷനാണ് നമ്മളിപ്പോൾ ഈ വന്നിരിക്കുന്നത്. അന്ന് നമ്മൾ വീഡിയോയിലൂടെ അദ്ദേഹത്തിന് കറണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളന്ന് സംസാരിച്ച് വന്നപ്പോഴാണ് അറിഞ്ഞതും. അങ്ങനെ നമ്മളെ സഹായിക്കാനായിട്ട് 2 പേര് മുന്നോട്ട് വരികയായിരുന്നു. ഒന്ന് USA രാജൻ ചേച്ചി, രണ്ടാമത്തത് ദുബായിലുള്ള ബാബു എന്ന് പറയുന്ന ഒരു സഹോദരൻ. അങ്ങനെ 2 പേര്. അങ്ങനെ അവരുടെ സഹായത്തോടെ നമ്മളിപ്പോൾ ഈ അവരുടെ വയറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബൾബ് വരെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കറണ്ട് കിട്ടുക എന്നുള്ളൊരു പരിപാടി. കറണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ ഇനിയിപ്പോൾ എർത്തിൻ്റെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഇനിയിപ്പോൾ അധികം കറണ്ട് ബില്ലൊന്നും വരാൻ സാധ്യതയില്ല. ഏതായാലും ഇത്രയും നാളും 5 വർഷത്തോളം അവർ ഇരുട്ടി കിടക്കുമായിരുന്നു കേട്ടോ. ആ കൊച്ചും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് രാത്രിയൊക്കെ വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് അവരുണ്ടായിരുന്നത്. വീടിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങൾക്ക് കണ്ടറിയാം. അതുകൊണ്ടാണ് അവർ അടുപ്പ് പുറത്തേക്ക് മാറ്റിയത്. കറണ്ട് മൊത്തം കരി പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടെയുണ്ട്. ആ കൊച്ചിനാണെങ്കിലും ഓരോ അസുഖം നിങ്ങൾ അറിഞ്ഞാണല്ലോ. 12 വയസ്സുള്ള ഒരു കൊച്ചാണ് ആ ചേട്ടൻ്റെ എളിയിൽ കയറിയിരിക്കുന്നത് നിങ്ങൾ കണ്ടത്. അപ്പോൾ അതിൻ്റെ കൊച്ചിന് വളർച്ചയ്ക്കും പ്രശ്നമുണ്ട്, ബുദ്ധിക്കും എല്ലാം മൊത്തത്തിൽ കൊച്ചിന് അസുഖം വന്നതാണ്. ഒരു പനി വന്നത്, അങ്ങനെ അത് ബുദ്ധിമുട്ടായിട്ടാണ് ഇങ്ങനെയൊക്കെ ആയിപ്പോയത് കേട്ടോ. ഉണ്ടായപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്ന കൊച്ചായിരുന്നു. കൊച്ചിനും ഇപ്പോൾ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വാസുവേട്ടൻ്റെ കഥ പിന്നെ ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. കാട്ടാന ആക്രമണത്തിലാണ് വാസുവേട്ടൻ്റെ ഒരു കിഡ്നി നഷ്ടപ്പെട്ടതും നടുവിന് കംപ്ലൈൻ്റ് ആയതും അങ്ങനെ പണിക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയായതൊക്കെ. ഇപ്പോൾ ആരോ സ്പോൺസർ ചെയ്ത ഒരു ആടിനെ കൊണ്ടാണ് പുള്ളി ഇപ്പം കഴിഞ്ഞു പോകുന്നത്. ചേച്ചി പുറത്ത് പണിക്ക് വല്ലപ്പോഴും പണി കിട്ടിയാൽ പോയാൽ അതാണ് അവരുടെ ഒരു വരുമാനം എന്ന് പറയുന്നത്. ഏതായാലും വലിയ ബുദ്ധിമുട്ടിൽ കൂടെ തന്നെയാണ് ആ ഒരു കുടുംബം പോകുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള ആളുകളെ തന്നെയാണ് ഈ ഒരു ചാനൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതും. ഏതായാലും ആർക്കെങ്കിലും അവരെ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക കേട്ടോ. നമ്മൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ഏതായാലും വലിയ പ്രയാസം തന്നെയാണ് അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഉള്ളത്. ഇനി എത്രയും പെട്ടെന്ന് അവർക്ക് കറണ്ട് കിട്ടട്ടെ, ബാക്കി കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കണം. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.